കമ്പനിയിലെ ശമ്പളം കൂട്ടുകയാണ്. ആഹാ, ഒരു ഉന്മേഷമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അടിപൊളി. അതെ, ഇന്ന് വൈകുന്നേരം വീട്ടിൽ നല്ല ഉഗ്രൻ ചിക്കൻ ബിരിയാണി ആണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അടിപൊളി. അപ്പോൾ നല്ല നല്ല ഉഷാറായിരിക്കും. ഇന്ന് പോയി ഒരു കളിയൊക്കെ കളിച്ച് ഒരു ഓട്ടമൊക്കെ ഓടിച്ചാൽ ഇന്ന് നല്ല ഫുഡാണ്. അപ്പോൾ ഇതൊക്കെ പല രീതിയിൽ നമുക്കൊരു ഉത്തേജനമാണ്. നമ്മൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു ട്രിപ്പിന് പോകാൻ പോയാണ്. അതൊരു വല്ലാത്ത ഉത്തേജനം നൽകുന്ന കാര്യമാണ്. നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉത്തേജനം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാവണം. അത് മോശമൊന്നുമല്ല, അത് മോശമൊന്നുമല്ല. എന്നാൽ ഇന്ന് ഉത്തേജനം നൽകുന്ന ഒരു നല്ല ഒരു കാര്യത്തെക്കുറിച്ചാണ്, നമുക്ക് ഉത്തേജനം നൽകാൻ പറ്റുന്ന നല്ലൊരു കാര്യത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. ഇതാണ്: ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു വന്നു, അതിനാൽ എല്ലാവരും മരിച്ചു വന്നു. ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഈശോയുടെ സ്നേഹം ഉണ്ടല്ല, അതൊരു പവറാണ്. ആ ഈശോയുടെ സ്നേഹം നമ്മളിങ്ങനെ അനുഭവിച്ച് കഴിയുമ്പോഴല്ല, നമുക്ക് പിന്നെ അങ്ങോട്ട് ജീവിക്കാൻ, അങ്ങോട്ട് പ്രവർത്തിക്കാൻ, അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ ഒരു വല്ലാത്ത പവറാണ്. ആ പവർ അനുഭവിക്കണം. എന്നുവെച്ചാൽ ആ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് ആ പവർ കിട്ടണേ. അതൊരു പവർ തന്നെയാണ്. അത് തിരിച്ചറിയാൻ പറ്റണ്ട. അതൊരു ഭാഗ്യമാണ്. അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. ഇത് കിട്ടിയാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.